ഭജനീയതിലടിയാനെ നീ സുഖമായി കാത്ത കൃപയ്ക്കായി ഭജനീയമ തിരുനാമത്തിൽ ആനന്ദം സ്തുതി മഹത്വം അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുളുക യേശു പരമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 55-ാം സങ്കീർത്തനം 10-ാം വാക്യം. രാവും പകലും അവർ അതിൻ്റെ മതിലുകളിൽ മേൽ ചുറ്റി സഞ്ചരിക്കുന്നു. നീതികേടും കഷ്ടവും അതിൻ്റെ അകത്തുണ്ട്. താൻ ജീവിച്ചിരുന്ന നഗരത്തിൽ സമാധാനത്തിന് പകരം കലഹവും നീതിക്ക് പകരം അനീതിയും സ്നേഹത്തിന് പകരം വഞ്ചനയും നിറഞ്ഞിരിക്കുന്നതായി ദാവീദ് കാണുന്നു. നഗരത്തിൻ്റെ മതിലുകൾ ജനങ്ങളെ സംരക്ഷിക്കേണ്ടവയാണ്. എന്നാൽ മതിലുകൾക്കുള്ളിൽ തന്നെ ദുഷ്ടതയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ലോകവും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. കുടുംബങ്ങളിൽ ഭിന്നതയും സമൂഹത്തിൽ അക്രമവും ജോലി സ്ഥലങ്ങളിൽ അനീതിയും മനുഷ്യഹൃദയങ്ങളിൽ ഭയവും ആശങ്കയും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. പുറമേ സൗന്ദര്യമുള്ളതുപോലെ തോന്നിയാലും ഉള്ളിൽ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. എന്നാൽ ദാവീദ് പ്രശ്നങ്ങളിൽ മാത്രം കാണാതെ അവയ്ക്കുള്ള പരിഹാരം ദൈവത്തിൽ കണ്ടെത്തുന്നു. തുടർന്നുള്ള വാക്യങ്ങളിൽ ദാവീദ് തൻ്റെ ഭാരങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാൻ പഠിപ്പിക്കുന്നു. മനുഷ്യർ പരാജയപ്പെട്ടാലും സുഹൃത്തുക്കൾ വഞ്ചിച്ചാലും സാഹചര്യങ്ങൾ മാറിയാലും ദൈവം ഒരിക്കലും തൻ്റെ ജനത്തെ കൈവിടുകയില്ല. പാപം ഒരു സമൂഹത്തെയും ഒരു കുടുംബത്തെയും ഒരു വ്യക്തിയുടെ ഹൃദയത്തെയും നശിപ്പിക്കുവാൻ കഴിയും. അതിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മതിലുകൾ എപ്പോഴും ദൈവവചനത്താലും പ്രാർത്ഥനയാലും ശക്തിപ്പെടുത്തണം. നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടതയ്ക്കിടം കൊടുക്കാതെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ അവസരം നൽകണം. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റും അനീതിയും കലഹവും വർദ്ധിച്ചാലും ദൈവവചനത്തിന് പ്രത്യാശയുണ്ട്. പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും വിശുദ്ധ ജീവിതത്തിലൂടെയും നമുക്ക് ഉറച്ചു നിൽക്കാം. ദൈവം നമ്മുടെ ഹൃദയത്തിൽ അവൻ്റെ സമാധാനം നിറയ്ക്കുകയും എല്ലാ പ്രതിസന്ധികളും നമ്മെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.